ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 73. ഭഗവാൻ ഭഗഹാനന്ദി വനമാലീ ഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർഗതി സത്തമാ. ഹരി ഓം. ഹരി ഓം. 558 നാമം ഭഗവാൻ. ഭഗം ഉള്ളവൻ ഭഗവാൻ. ഭഗം എന്നാൽ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, വൈരാഗ്യം, മോക്ഷം എന്ന 6 ഗുണങ്ങൾ. ഈ 6 ഗുണങ്ങൾക്കും ഭഗം എന്നാണ് പറയുന്നത്. ഈ 6 ഗുണങ്ങളുമുള്ളവൻ ആരാണ്? ഭഗവാൻ. 559 നാമം ഭഗഹ, ഹനിക്കുക. ഈ ഐശ്വര്യങ്ങളെ മുഴുവൻ സംഹാരകാലത്തിൽ നശിപ്പിച്ചു കളയുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗഹ. 560 നാമം ആനന്ദി, എന്നും ആനന്ദിക്കുന്നവൻ, സുഖസ്വരൂപൻ എന്ന അർത്ഥത്തിൽ. ഒപ്പം എല്ലാം കൊണ്ടും എന്താണ്? സമർത്ഥനാണ് ഭഗവാൻ. 561 നാമം വനമാലി, വൈജയന്തി എന്ന വനമാല ധരിച്ചവൻ എന്ന അർത്ഥത്തിലാണ് വനമാലി. 562 നാമം ഹലായുധ, ഹലം കലപ്പ. ബലരാമനായി അവതരിച്ചപ്പോൾ ഭഗവാന്റെ ആയുധം കലപ്പയായിരുന്നു. അങ്ങനെ ഹലായുധനായിരുന്നവൻ. 563 നാമം ആദിത്യ. ഇവിടെ അതിഥിയുടെ മകനായി ജനിച്ചവൻ, വാമനമൂർത്തി. കശ്യപന്റെയും അതിഥിയുടെയും മകനായിട്ടാണ് വാമനമൂർത്തി ജനിക്കുന്നത്. അതുകൊണ്ട് അതിഥിയുടെ മകൻ ആദിത്യ. 564 നാമം ജ്യോതിരാദിത്യ, തേജോമയമായ ആദിത്യ മണ്ഡലത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ. എന്ന അർത്ഥത്തിലാണ് ജ്യോതിരാദിത്യ. ഇവിടെ ഒരു സൂര്യമന്ത്രമുണ്ട്. എന്താണ്? ധ്യേയ സദാ സവിതൃമണ്ഡല മധ്യവർത്തി നാരായണ സരസിജാസന സന്നിവിഷ്ട കേയൂരവാൻ മകര കുണ്ടലവാൻ കിരീടീ ഹാരി ഹിരൺമയ വപുർധൃത ശംഖചക്ര. ഇത് സൂര്യമന്ത്രാണ്. അപ്പോ അതുകൊണ്ടാണ് ജ്യോതിരാദിത്യ എന്ന നാമം ഭഗവാന് ലഭിച്ചത്. അതിഥിയുടെ തേജോമയമായ ആദിത്യമണ്ഡലത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവനായതുകൊണ്ട്. 565 നാമം സഹിഷ്ണുഹു, ജീവാത്മസ്വരൂപത്തിലിരുന്ന് ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം ഈ ദ്വന്ദ്വങ്ങളെയൊക്കെ സഹിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ് എന്നതിനാൽ സഹിഷ്ണുഹു. 566 നാമം ഗതി സപ്തമഹ, ഗതി ശരണമായിരിക്കുക. സപ്തമഹാ ഉത്കൃഷ്ടമായ ഏതൊരാളിൻ്റെയും ഉത്കൃഷ്ടമായ ഗതി അത് ഭഗവാൻ മാത്രമാണ് എന്നതിനാൽ ഗതി സപ്തമഹ. പ്രത്യേകിച്ച് മുമുക്ഷുക്കൾക്ക്, മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ ഗതിയായവനാണ് ഭഗവാൻ. ഹരി ഓം.